ഹായ് എവരിവൺ. സോ MBBSന്റെയും BDSന്റെയും അഡ്മിഷൻ അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. മക്കൾക്കറിയാം, തേർഡ് റൗണ്ടിന്റെ കേരളയുടെ ഓപ്ഷൻ കൺഫർമേഷൻ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓൾ ഇന്ത്യയുടെ തേർഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടതാണ്. ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് സ്ട്രേ വേക്കൻസി റൗണ്ടിനെ കുറിച്ച്. കാരണം ഒരുപാട് പേരുടെ കോളും മെസ്സേജസും ഒക്കെ വരാറുണ്ട്. സ്ട്രേ വേക്കൻസിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ, സ്ട്രേ വേക്കൻസി റൗണ്ട് എന്നാണ് നടക്കുക എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ കേൾക്കാറുണ്ട്. അത് ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാനുള്ള എല്ലാവർക്കും ചിലപ്പോൾ നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് കരുതിയത്. സോ സ്ട്രേ വേക്കൻസിയുടെ ഡേറ്റ് വന്നിട്ടുണ്ടോ നിങ്ങൾക്കറിയാം. കേരളയുടെ ആയിക്കോട്ടെ ഓൾ ഇന്ത്യയുടെ ആയിക്കോട്ടെ രണ്ടിന്റെയും സ്കെഡ്യൂള് MCCയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരുന്നു. യെസ്, ആൻഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്നാണ് ഓൾ ഇന്ത്യയുടെ ആദ്യം നടക്കുക. ഞാൻ ഓൾ ഇന്ത്യയുടെ സ്കെഡ്യൂൾ ആദ്യം പറയും, ഓൾ ഇന്ത്യയിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാന്ന് പറയും, കേരളയുടെ സ്കെഡ്യൂൾ അതിന് ശേഷം പറയും, കേരളത്തിൽ ആർക്കൊക്കെ അപേക്ഷിക്കാൻ നമുക്ക് കാണാം. അതേപോലെ തന്നെ കേരളയിൽ കുറച്ച് പ്രശ്നങ്ങൾ, ഓൾ ഇന്ത്യയിൽ ഉള്ളവർക്ക് കേരളയിൽ പറ്റുമോ അങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസ് നിങ്ങൾക്കുണ്ട്, അതും ക്ലാരിഫൈ ചെയ്യാം. യെസ്, അപ്പൊ നമുക്ക് ആദ്യം ഓൾ ഇന്ത്യയുടെ സ്കെഡ്യൂൾ തന്നെ നോക്കാം. ഓൾ ഇന്ത്യയുടെ സ്കെഡ്യൂൾ അനുസരിച്ച് റൗണ്ട് 3 കഴിഞ്ഞ് സ്ട്രേ വേക്കൻസി റൗണ്ട് നടക്കുക നവംബർ 4 മുതൽ നവംബർ 12 വരെയാണ്. ഈ ഒരു സമയം കൊണ്ടാണ് ഓൾ ഇന്ത്യയുടെ ആദ്യ സ്ട്രേ വേക്കൻസി റൗണ്ട് നടക്കുക. നവംബർ 20 കൂടിയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് നിലവിലെ സ്കെഡ്യൂൾ അനുസരിച്ച്. ഇനി സ്റ്റേറ്റിന്റെ അതിനുശേഷം പറയാം. നമുക്ക് ഓൾ ഇന്ത്യയുടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. യെസ്, അപ്പോൾ ഓൾ ഇന്ത്യയുടെ വന്നിരിക്കുന്ന സ്കെഡ്യൂൾ അനുസരിച്ച് ചോയ്സ് ഫില്ലിങ്ങും ലോക്കിങ്ങും പുതുതായിട്ട് രജിസ്ട്രേഷൻ നടത്തണം. അപ്പോൾ ചോയ്സ് ഫില്ലിങ്ങും ലോക്കിങ്ങും ഒക്കെ നടക്കാൻ പോകുന്നത് നവംബർ 5 മുതൽ നവംബർ 9 വരെയാണ്. യെസ്, ചോയ്സ് ലോക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് നവംബർ 9 11:55 PM വരെയാണ്. മറക്കരുത്, അതേ ദിവസം 4 മണി മുതൽ അന്ന് 11:55 PM വരെ. ആ ഒരു ഡേറ്റ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 9 ആണ്. നവംബർ 1 വൈകുന്നേരം 4 മണി മുതൽ ചോയ്സ് ലോക്കിംഗ് നിങ്ങൾക്ക് നടത്താൻ പറ്റും. അതിനു മുൻപ് തന്നെ ഫ്രഷ് രജിസ്ട്രേഷനും കാര്യങ്ങളും ഉണ്ട്. അതിനുശേഷമാണ് ചോയ്സ് ഫില്ലിംഗ് നടക്കുക. ചോയ്സ് ഫില്ലിങ്ങിന് ശേഷം 9-ാം തീയതി വൈകുന്നേരം 4 മണി മുതൽ 9-ാം തീയതി തന്നെ വൈകുന്നേരം 11:55 PM വരെ. ഓക്കെ, അത്രയും സമയം 4 മണി തൊട്ട് 11:55 PM വരെ നിങ്ങൾക്ക് ചോയ്സ് ലോക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. യെസ്, റിസൾട്ട് പബ്ലിഷ് ചെയ്യുക നവംബർ 12-നാണ്. നവംബർ 13 മുതൽ 20 വരെ നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാം. ചിലപ്പോൾ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. യെസ്, നിലവിൽ വന്നിരിക്കുന്ന സ്കെഡ്യൂൾ ഇതാണ്. യെസ്, ഇനി ആർക്കൊക്കെയാണ് ഓൾ ഇന്ത്യയുടെ സ്ട്രേ വേക്കൻസി റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുക? റെഡി? അപ്പോൾ നമ്മുടെ ഇൻഫോർമേഷൻ ബുള്ളറ്റിനുള്ള ആർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ പറയാം. ഇന്നെലിജിബിൾ ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, കാൻഡിഡേറ്റ്സ് ഹു ഹാവ് നോട്ട് രജിസ്റ്റേർഡ് ഫോർ സ്ട്രേ വേക്കൻസി റൗണ്ട്. സ്ട്രേ വേക്കൻസി റൗണ്ടിന് രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഇന്നെലിജിബിൾ ആയിരിക്കും. അതിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ അതിലേക്ക് കൺസിഡർ ചെയ്യത്തുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യത്തെ ഇന്നെലിജിബിൾ ആയിട്ടുള്ളത്, അർഹതയില്ലാത്ത ആളുടെ കാര്യമാണ് പറയുന്നത്. കാൻഡിഡേറ്റ് who have not registered for stray vacancy round. Stray vacancy റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഇതിലേക്ക് അർഹരല്ല, ഇന്നെലിജിബിൾ ആണ്. നെക്സ്റ്റ് വൺ, കാൻഡിഡേറ്റ് ജോയിൻ ഓർ ഹോൾഡിംഗ് എനി സീറ്റ് അറ്റ് ദ ടൈം ഓഫ് സ്ട്രേ വേക്കൻസി റൗണ്ട്. സ്ട്രേ വേക്കൻസി റൗണ്ട് നടക്കുന്ന ഈ ഒരു ടൈമിൽ നിങ്ങൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അഡ്മിഷനിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ യു ആർ ഇൻഎലിജിബിൾ ഫോർ സ്ട്രേ വേക്കൻസി റൗണ്ട്. നിങ്ങൾക്ക് ഇതിന് അർഹത ഉണ്ടായിരിക്കില്ല. ക്ലിയർ ആണോ? രണ്ടാമത്തെ ആരാണ്, സ്ട്രേ വേക്കൻസി റൗണ്ട് നടക്കുന്ന ടൈമിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷനിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല. തേർഡ് വൺ, കാൻഡിഡേറ്റ് അലോട്ടഡ് എ സീറ്റ് ഇൻ റൗണ്ട് 3 ഓഫ് MCC ആൻഡ് നോട്ട് റിപ്പോർട്ടഡ്. MCCയുടെ റൗണ്ട് 3-ൽ എവിടെയെങ്കിലും ഒരു ക്യാമ്പസിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി കിട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൽ അഡ്മിഷൻ കിട്ടി, നിങ്ങൾക്ക് സ്ട്രേ വേക്കൻസി റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ റൗണ്ട് 3-ൽ എവിടെയെങ്കിലും അലോട്ട്മെന്റ് ലഭിച്ച ആളുകൾക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. കാൻഡിഡേറ്റ് അലോട്ടഡ് എ സീറ്റ് ഇൻ റൗണ്ട് 3 ഓഫ് MCC ആൻഡ് നോട്ട് റിപ്പോർട്ടഡ്. MCCയുടെ റൗണ്ട് 3 നടന്നപ്പോൾ എവിടെയെങ്കിലും സീറ്റ് ലഭിച്ച കുട്ടികൾക്ക് എവിടെ സ്ട്രേ വേക്കൻസിയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? അപ്പൊ 3 കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, സ്ട്രേ വേക്കൻസിയിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് പറ്റില്ല. രജിസ്റ്റർ ചെയ്യാനുള്ളതും ചോയ്സ് ഫില്ലിങ്ങിനുള്ള സ്കെഡ്യൂളൊക്കെ ഞാൻ ആദ്യം കാണിച്ചത്. യെസ്, 2 എന്ന് പറയുന്നത് സ്ട്രേ വേക്കൻസി റൗണ്ട് നടക്കുന്ന ടൈമിൽ എവിടെയെങ്കിലും അഡ്മിഷനിൽ കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല.
MCCയുടെ റൗണ്ട് 3-യിൽ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിയ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ, റിപ്പോർട്ട് ചെയ്യാത്ത കുട്ടികളും അവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ട്രേ വേക്കൻസി റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒരു കാര്യം പറയുന്നുണ്ട്, data will be shared with center and state after round 3, and if any candidate has his name in this list of allotted candidates in either states or center or state, then such candidate shall be eliminated from the all India stray vacancy round. അതായത് ഓൾ ഇന്ത്യയുടെയും സെന്ററിന്റെയും സ്റ്റേറ്റിന്റെയും കുട്ടികളുടെ, നമ്മുടെ സ്റ്റുഡൻസിന്റെ ഡേറ്റ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെന്ററിന്റെ ഓൾ ഇന്ത്യ വഴി കിട്ടുന്നതോ അല്ലെങ്കിൽ സ്റ്റേറ്റ് വഴി കിട്ടുന്നതോ ഒക്കെ ഏതെങ്കിലും അവരുടെ അലോട്ടഡ് ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിന് ഓൾ ഇന്ത്യയുടെ സ്ട്രേ വേക്കൻസിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സെന്ററും സ്റ്റേറ്റും തമ്മിൽ സ്റ്റുഡൻസിന്റെ ഡേറ്റ ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും സ്റ്റേറ്റിന്റെ ആയിക്കോട്ടെ സെന്ററിന്റെ ആയിക്കോട്ടെ അലോട്ടഡ് ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്ട്രേ വേക്കൻസിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ഫ്രഷ് രജിസ്ട്രേഷൻ ഷാൽ ബി ഡൺ ഫോർ ഫൈനൽ സ്ട്രേ വേക്കൻസി റൗണ്ട്. ഫ്രഷ് രജിസ്ട്രേഷൻ നടത്തണം. അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. യെസ്, ഇനി നമുക്ക് കേരളയുടെ സ്ട്രേ വേക്കൻസിയിലേക്ക് കിടക്കാം. ഓക്കെ, കേരളയുടെ തേർഡ് ഇതുവരെ വന്നിട്ടില്ല, നമ്മൾ തേർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. യെസ്, അതിനുശേഷമായിരിക്കും സ്ട്രേ വേക്കൻസി റൗണ്ട് നടക്കുക. അപ്പൊ നിലവിൽ തന്നിരിക്കുന്ന സ്കെഡ്യൂൾ അനുസരിച്ച് സ്ട്രേ നടക്കുക 7th നവംബർ മുതൽ 14th നവംബർ വരെ ആയിരിക്കും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ജോയിനിങ് തന്നിരിക്കുന്നത് 20th നവംബർ 2025. ഓക്കെ അല്ലേ? ഇനി കേരളയെ പറ്റി നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് കേരളത്തില് സ്ട്രേ വേക്കൻസി റൗണ്ടിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്? ഓൺലൈൻ സ്ട്രേ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നമ്മുടെ സിയുടെ വെബ്സൈറ്റ് ആയ www.ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറുക. നിങ്ങളുടെ ഹോം പേജിൽ സ്ട്രേ വേക്കൻസി ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് കാണും. അതിപ്പോൾ ഓപ്പൺ അല്ല. തേർഡ് അലോട്ട്മെന്റിന് ശേഷം കേരളയുടെ സ്കെഡ്യൂൾ കേരളയുടെ സിയുടെ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം മാത്രമായിരിക്കും അത് ഓപ്പൺ ആവുക കേട്ടോ. യെസ്, അപ്പോൾ അവിടെ സ്ട്രേ വേക്കൻസി ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ളൊരു മെനു കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റ് പ്രക്രിയയിൽ ഉണ്ടാകാനിടയുള്ള ഒഴിവുകളും ഈ ഘട്ടത്തിൽ തന്നെ നികത്തപ്പെടുന്നതിനാൽ താല്പര്യമുള്ള എല്ലാ കോളേജിലേക്കും കോഴ്സിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ സാധിക്കുന്നതാണ്. അതേപോലെ അലോട്ട്മെന്റ് കിട്ടിയാൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് 100% ഉറപ്പായിരിക്കണം. അങ്ങനെയുള്ള സീറ്റുകളിൽ മാത്രം നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അലോട്ട്മെന്റ് നടക്കാതെ ഒഴിവ് വരുന്ന എല്ലാ സീറ്റുകളും ഈ ഒരു ഘട്ടത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. സ്ട്രേ വേക്കൻസി റൗണ്ടിൽ അല്ല, ഈ എല്ലാ സീറ്റുകളും സ്ട്രേ വേക്കൻസി റൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. ചിലപ്പോൾ നമുക്ക് ഒരുപാട് സീറ്റുകൾ കാണും സ്ട്രേയിൽ, ചിലപ്പോൾ സീറ്റുകളുടെ എണ്ണം പരിമിതമായിരിക്കും, നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. ചില ടൈമിലൊക്കെ സ്ട്രേ നടന്നു കഴിയുമ്പോൾ വളരെ റാങ്ക് പിന്നിലുള്ളവർക്ക് കിട്ടാറുണ്ട്, ചിലപ്പോൾ സീറ്റുകൾ വളരെ കുറവാണ് വരാറുള്ളത്. യെസ്, ഇനി കേരളയുടെ സ്ട്രേയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്നാലും എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറയാന്ന് വെച്ചിട്ടാണ്. യെസ്, അപ്പൊ ആർക്കൊക്കെയാണ് കേരളയുടെ സ്ട്രേയിൽ പങ്കെടുക്കാൻ പറ്റാത്തത്? തേർഡ് അലോട്ട്മെന്റിനെ തുടർന്ന് കോളേജിൽ പ്രവേശനം നേടിയവർക്ക് സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതിപ്പോ ഓൾ ഇന്ത്യയുടെ കാര്യം നമ്മൾ അങ്ങനെ തന്നെയാ പറഞ്ഞത്. തേർഡില് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി, ഏതെങ്കിലും കോളേജിൽ ചേർന്നാൽ പിന്നെ ഒരു അപ്ഗ്രഡേഷനോ കാര്യങ്ങളോ ഒന്നും പോസിബിൾ അല്ല. അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നിങ്ങൾക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും സ്ട്രേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷത്തെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. ഇത്തവണ നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ. മൂന്നാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളവർക്ക് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. അതായത് തേർഡ് റൗണ്ടിൽ അലോട്ട്മെന്റ്, കേരളയുടെ കാര്യമാണ്, കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് തേർഡ് റൗണ്ടിൽ അലോട്ട്മെന്റ് കിട്ടിയവർക്കും സ്ട്രേയിൽ പങ്കെടുക്കാൻ പറ്റില്ല. യെസ്, അതേപോലെ കഴിഞ്ഞ വർഷത്തെ ഒരു കാര്യം പറയണേ. മുൻഘട്ടങ്ങളിലെ അലോട്ട്മെന്റുകളെ തുടർന്ന് പ്രവേശനം നേടിയ കോളേജിൽ നിന്നും 15/10/2024 ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം റിലീവ് ചെയ്തവർക്ക്, എക്സിറ്റ് ചെയ്തവർക്ക് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത്തവണയും തേർഡ് അലോട്ട്മെന്റിന് മുൻപ്, തേർഡ് അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ കൺഫർമേഷൻ നടക്കുന്ന അതേ ദിവസം 2 മണിക്ക് മുന്നേ ഫേസ് 1ലും ഫേസ് 2ലും എക്സിറ്റ് ആവണം എന്നൊക്കെ കുറെ ആളുകളോട് പറഞ്ഞിട്ടില്ലേ? യെസ്, ആദ്യ റൗണ്ട് 1ലോ റൗണ്ട് 2ലോ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടി. ഇപ്പൊ BDSന് നിങ്ങൾക്കൊരു സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഒരു സീറ്റ് കിട്ടി. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് റിലീവ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം തന്നിട്ടില്ലേ? അപ്പൊ കഴിഞ്ഞ വർഷം അവർക്ക് റിലീവ് ചെയ്യാൻ കൊടുത്ത ടൈം ആയിരുന്നു 15/10/2024 ഉച്ചയ്ക്ക് 2 PM വരെ ആയിരുന്നു അവർക്ക് ടൈം കൊടുത്തിരുന്നത്.
അതെന്നാണ്? കേരളയുടെ 3ാം ഘട്ടത്തിന്റെ റൗണ്ട് 3യുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ അന്ന് അവസാനിക്കുമായിരുന്നു. അന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അതിന് 2 മണിക്ക് മുന്നായിട്ട് റിലീവ് ചെയ്യേണ്ട ആളുകൾ ചെയ്യണം എന്ന് എൻട്രൻസ് കമ്മീഷണർ അറിയിച്ചിരുന്നു. അപ്പൊ അത് ചെയ്യാതെ അതിനുശേഷം സീറ്റ് ഉപേക്ഷിച്ച ആളുകളെയും സ്ട്രേ വേക്കൻസിയിൽ അന്ന് കൺസിഡർ ചെയ്തിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് കാര്യം പിടികിട്ടിയോ? ഇത് 3rd റൗണ്ടിൽ അഡ്മിഷൻ കിട്ടിയവരെ പറ്റി അല്ല പറയുന്നത്. 3rd റൗണ്ടിൽ ഓപ്ഷൻ കൺഫർമേഷൻ ഉള്ള ടൈം ഉണ്ട് അല്ലെ? അപ്പൊ കഴിഞ്ഞ വർഷം ഓപ്ഷൻ കൺഫർമേഷൻ ഉള്ള ടൈം ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷം 3rd അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ കൺഫർമേഷൻ നടക്കുന്നത് 15/10/2024 വരെയായിരുന്നു. 15-നായിരുന്നു ലാസ്റ്റ് ആയിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ ഉള്ള ടൈം ഉണ്ടായിരുന്നു. ഇത്തവണ അതിലും കൂടുതലാണ് അല്ലെ? ഇത്തവണ എന്ന് പറഞ്ഞാല് ഭയങ്കര, അതിലും കുറച്ചും കൂടി സമയമുണ്ട് നമുക്ക്. യെസ്, അപ്പൊ അന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ റൗണ്ട് 1-ലോ റൗണ്ട് 2-ലോ എവിടെങ്കിലും അഡ്മിഷനിൽ കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികൾക്ക് ആ സീറ്റ് റിലീവ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു. ആ സീറ്റ് ഉപേക്ഷിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു. ആ സീറ്റിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ടൈം ഉണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ടും റിലീവ് ചെയ്യാതെ ആ സീറ്റിൽ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നീട് വന്ന് സ്ട്രേ വേക്കൻസിയിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുമോ? ഇല്ല, നടക്കത്തില്ല. അങ്ങനെയുള്ള കുട്ടികളെ ഒരിക്കലും സ്ട്രേയിൽ കഴിഞ്ഞ വർഷം പങ്കെടുപ്പിച്ചിട്ടില്ല. കാര്യം പിടികിട്ടിയെന്ന് തോന്നുന്നു. മനസ്സിലായാലും ഒന്നും കൂടി കേട്ടു നോക്കുക കേട്ടോ. യെസ്, അടുത്തത് ഫേസ് 1 റൗണ്ട് 1-ഓ റൗണ്ട് 2-ഓ റൗണ്ട് 3 അലോട്ട്മെന്റ് ഘട്ടങ്ങളിൽ അലോട്ട്മെന്റ് ലഭിക്കുകയും ഇപ്പോഴും അഡ്മിഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നവരെ സ്ട്രേ വേക്കൻസിയിൽ കൺസിഡർ ചെയ്യില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ റൗണ്ട് 1-ല് BDS-ന് ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. മക്കൾ അത് ജോയിൻ ചെയ്തു, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് MBBS സെൽഫ് ഫിനാൻസിങ്ങിലോ അല്ലെങ്കിൽ ഗവൺമെന്റിലോ എവിടെയെങ്കിലും ഒരു ക്യാമ്പസിൽ കിട്ടി, നിങ്ങൾ അതിൽ കണ്ടിന്യൂ ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രേ വേക്കൻസിയിൽ നിങ്ങൾ ആഗ്രഹിച്ച വേറൊരു ക്യാമ്പസിൽ സീറ്റ് ഒഴിവ് നിങ്ങൾ കണ്ടു, എന്നാൽ എനിക്ക് അവിടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക, എനിക്ക് എന്ന് അപ്ലൈ ചെയ്ത് അങ്ങോട്ടേക്ക് മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുക, നടക്കുമോ? ഇല്ല. നിലവിൽ എവിടെയെങ്കിലും അഡ്മിഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് സ്ട്രേയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. മക്കളെ, ദയവ് ചെയ്ത് സ്ട്രേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഞാൻ സീറ്റ് ഉപേക്ഷിച്ചേക്കാം, ഞാൻ അതിൽ നിന്ന് റിലീവ് ചെയ്യാണെന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞു, സ്ട്രേ വേക്കൻസിയിൽ എത്ര സീറ്റ് കിട്ടും നമുക്ക് അറിയത്തില്ല, എത്ര സീറ്റ് വരുന്നു നമുക്ക് അറിയത്തില്ല, ആർക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. സോ ദയവ് ചെയ്ത് അങ്ങനത്തെ റിസ്ക് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ ആലോചിച്ച് മാത്രം ചെയ്യുക കേട്ടോ. യെസ്, ഓക്കെ. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, 3rd അലോട്ട്മെന്റിന് ശേഷം MCC നൽകുന്ന ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് പങ്കെടുത്തിട്ടുള്ളവരുടെ അലോട്ടഡ് കാൻഡിഡേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ അവർ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തിരുന്നാൽ പോലും സ്ട്രേ വേക്കൻസി ഫില്ലിംഗിൽ പരിഗണിക്കുന്നതല്ല. എന്താന്ന് പറഞ്ഞാല്, കഴിഞ്ഞ തവണ കേരളയുടെ അലോട്ട്മെന്റ്, സ്ട്രേ വേക്കൻസിയുടെ അലോട്ട്മെന്റ് ഒക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് MCC ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ ഇറക്കി. ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ സിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി അന്ന് കേരളയുടെ സ്ട്രേ വേക്കൻസി നടക്കുന്നതിന് മുൻപ് എന്തായാലും MCCയുടെ ഓൾ ഇന്ത്യയുടെ സ്ട്രേ വേക്കൻസി നടക്കും അല്ലെ? അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യയുടെ സ്ട്രേ വേക്കൻസി നടന്നപ്പോൾ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന, ഓൾ ഇന്ത്യയുടെ അലോട്ടഡ് കാൻഡിഡേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ സ്റ്റേറ്റിന്റെ എല്ലാ കൗൺസിലിംഗിൽ നിന്നും പുറത്താക്കണമെന്ന് MCC ഒരു നിർദ്ദേശം കൊടുത്തു. ക്ലിയർ ആണോ മക്കളെ? അതായത് കേരളയുടെ സ്ട്രേ വേക്കൻസി റൗണ്ട് നടക്കുന്നതിന് മുൻപ് എവിടെ സ്ട്രേ നടക്കും? MCC വഴി നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടയിലേക്കൊക്കെയുള്ള സ്ട്രേ വേക്കൻസി റൗണ്ട് നടക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രേ വേക്കൻസി റൗണ്ടിൽ അലോട്ടഡ് കാൻഡിഡേറ്റ് ലിസ്റ്റിലുള്ള ആൾക്കാരെ സ്റ്റേറ്റുകളുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന് MCC സ്റ്റേറ്റുകൾക്ക് നിർദ്ദേശം നൽകി. അതോടെ കേരളത്തിന്റെ അന്ന് പബ്ലിഷ് ചെയ്ത സ്ട്രേ വേക്കൻസി ലിസ്റ്റ് റീപബ്ലിഷ് ചെയ്തു. ആ കുട്ടികളെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ലിസ്റ്റ് അതവര് വീണ്ടും എന്ത് ചെയ്തു? പബ്ലിഷ് ചെയ്തു. ക്ലിയർ ആണോ? കാര്യം പറഞ്ഞത് ക്ലിയർ ആണോ? ഓൾ ഇന്ത്യയുടെ സ്ട്രേ വേക്കൻസി റൗണ്ടിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, കേരളയുടെ സ്ട്രേ വേക്കൻസിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇഫ് യു ആർ എലിജിബിൾ. കുറച്ച് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ പെടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അങ്ങനെ നോക്കുമ്പോൾ ആദ്യം നടക്കുക ഓൾ ഇന്ത്യയുടെയാ. അപ്പൊ ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റ് നടക്കുമ്പോൾ ഓൾ ഇന്ത്യയുടെ അലോട്ടഡ് കാൻഡിഡേറ്റ് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ കാര്യമാണ്, കഴിഞ്ഞ തവണ MCC വഴി കീമിലേക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നു. എല്ലാ സ്റ്റേറ്റുകളോടും ഇങ്ങനെ ഒരു കാര്യം കൺവേ ചെയ്തിരുന്നു. ഓൾ ഇന്ത്യയുടെ അലോട്ടഡ് കാൻഡിഡേറ്റ് ലിസ്റ്റിലുള്ളവരെ കേരളത്തിന്റെ ലിസ്റ്റിലേക്ക് പരിഗണിക്കേണ്ട എന്ന് വന്നു. അതോടെ അവർ പുതിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രേ വേക്കൻസിയെ പറ്റി പറയാനുള്ളത്. ദയവ് ചെയ്ത് ഒരു കാര്യം ഞാൻ വീണ്ടും എടുത്ത് പറയാണ്,
നിങ്ങൾ ഇപ്പോൾ റൗണ്ട് 1 റൗണ്ട് 2 കേരളത്തിൽ MBBS BDS ഒക്കെ അഡ്മിഷനിൽ കണ്ടിന്യൂ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റിൽ നിന്ന് റിലീവ് ചെയ്യാനുള്ള സമയമുണ്ട് എന്ന് കരുതി സ്ട്രെയിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ റിലീവ് ചെയ്യരുത്, ദയവ് ചെയ്ത് റിലീവ് ചെയ്യരുത്. കാരണം നമുക്കറിയത്തില്ല സ്ട്രെയുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, എന്നാൽ അഡ്മിഷനിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളെ സ്ട്രെയിൽ കൺസിഡർ ചെയ്യത്തുമില്ല. അപ്പോൾ വളരെ ബുദ്ധിപരമായിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക മക്കളെ. ഇനി എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇനി നമ്മൾ ഒരുപാട് റാങ്ക് പിന്നിലാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു വീഡിയോസിനും അലോട്ട്മെന്റിനും ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാതെ 2026 നീറ്റിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള. ഒരു 6 മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ 6 മാസം സ്ട്രാറ്റജിക് ആയിട്ട് എങ്ങനെ പഠിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ 2026 നീറ്റ് എക്സാം എങ്ങനെയായിരിക്കും, അതിൻ്റെ സിലബസ് എങ്ങനെയാണ്, മോഡ് ഓഫ് എക്സാമിനേഷനിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഓറിയന്റേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇനി വരുന്ന വീഡിയോസിലൂടെ. അപ്പോൾ തളരരുത്, നമ്മുടെ മുന്നിൽ ഇനിയും ഒരു ചാൻസ് ഉണ്ട്, ഒരു അവസരം നമ്മുടെ മുന്നിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഇനി നമുക്ക് ചിലപ്പോൾ കുറച്ച് ആളുകൾ കൂടി എന്തായാലും തേർഡിലും സ്ട്രെയിലും ഒക്കെ ചാൻസ് ഉണ്ടാവും, നമുക്ക് നോക്കാം. അതില്ല ഉണ്ട് എന്ന് കരുതി നിങ്ങൾ വിഷമിക്കരുത്, ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യരുത്. വളരെ നന്നായിട്ട് 2026 നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.